ഈ സുരേഷ് ഗോപി സാർ ചെയ്തെന്ന് വലിയൊരു ഉപകാരമായി മാറിയല്ലേ? അയ്യോ നല്ല നന്ദി, എനിക്ക് നല്ല ഉപകാരം. പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ ഞാൻ വിളിച്ചിട്ടാണ് പോയത്. എനിക്ക് നന്ദിയാണ് പറയാനുള്ളത് സുരേഷ് ഗോപി സാറിനോട്, നല്ല നന്ദിയാണ് പറയാനുള്ളത്. എന്നെ രക്ഷിച്ചുല്ലോ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ അസുഖങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കണ, എനിക്ക് വെയിലും കൊള്ളാൻ പറ്റില്ല, കാറ്റും കൊള്ളാൻ പറ്റില്ല, നടക്കാൻ എനിക്കൊന്ന് നടന്ന് കിട്ടുകയാണെങ്കിൽ പിന്നെയും വിഷമമില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഈ കിഡ്നി രണ്ടും പ്രോബ്ലം വന്ന കാരണം അത് മരുന്ന് കഴിച്ചിട്ടാണെന്നാണ് പറയണത്. ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചിട്ടാണ് രണ്ടും പോയത്. അപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് അബദ്ധമായി എന്ന് പറയുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് ഈ സമയത്ത്? അത് എന്നോട് അവരെ കുനിറ്റ്, അല്ലാണ്ട് ഇപ്പം നമ്മളെന്ത് പറയാനാ? ആ സാറ് കണ്ട കാര്യം മുഖത്തോക്കി പറയുന്നേ ഉള്ളൂ, അല്ലാണ്ട് സാറിനൊരു കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ് സാറ്. ഏത് കാലത്തും ഗുരുവായൂർ വരുമ്പോൾ ഞാൻ കാലിന് കാവതുള്ളുമ്പോൾ പോയി കാണും, സാറിനെ കണ്ടിട്ട് വരും. നമസ്കാരം. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കലുങ്ക് സൗഹാർദ്ദ വികസന ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുവായൂരിലുള്ള ഒരമ്മയ്ക്ക് 4 ലക്ഷം രൂപ വീട് നിർമ്മാണത്തിനായിട്ട് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന MP-യെ വല്ലാത്ത രീതിയിൽ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന തരത്തിലേക്കുള്ള സോഷ്യൽ മീഡിയ, അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലും നിരന്തരമായിട്ട് അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ മുന്നോട്ടിങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ സമയത്ത് സത്യഭാമ എന്ന് പറയുന്ന ഈ അമ്മയ്ക്ക് 4 ലക്ഷം രൂപ അദ്ദേഹം ലക്ഷ്മി ട്രസ്റ്റിൽ നിന്ന് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുക. അപ്പോൾ ഈ അമ്മയോട് തന്നെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ്, എങ്ങനെയായിരുന്നു സാഹചര്യം എന്ന് നമ്മൾക്ക് ചോദിച്ചു തന്നെ മനസ്സിലാക്കാം. അമ്മ നമസ്കാരം. 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 പേര് സത്യഭാമ? സത്യഭാമ. അമ്മ, ഇന്നലെ സുരേഷ് ഗോപി സംഘടിപ്പിച്ച ഈ ഒരു കലുങ്ക് സൗഹാർദ്ദ ചർച്ച, ഇതിൽ അമ്മ പങ്കെടുത്തിരുന്നില്ലേ? എങ്ങനെയായിരുന്നു പോയത്? എങ്ങനെയായിരുന്നു അത്? ഇതിലത്തെ BJPയുടെ ഒരു കുട്ടി, ഷീജ എന്ന് പറഞ്ഞൊരു കുട്ടി, ഫോണിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി സാറ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഈ വീട്ടുകാരോട്, രാധാകൃഷ്ണൻ ചേട്ടനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ എഴുതി തരാം. ഒരിക്കൽ തൃശ്ശൂർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എഴുതി വെച്ചു. അപ്പോൾ ഗുരുവായൂർക്ക് തന്നെ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവർ എഴുതി തന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് പോവാം, ഞാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, റോഡിൻ്റെ കാര്യം ഞാൻ എഴുതണ്ട്, ഞാൻ വരാൻ നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് സുരേഷ് ഗോപിനെ സാറിനെ ഒന്ന് കാണാമെന്നുള്ള ഇതിലാണ് ഞാൻ വന്ന് അപ്പം പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ സൂരജ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, അവരോട് ചോദിച്ചു, BJPയുടെ തന്നെ. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഞാൻ എൻ്റെ അമ്മായി മരിച്ചിട്ട് നിൽക്കുകയാണ്, അപ്പോൾ ചേച്ചി അവിടേക്ക് പൊക്കോ, ആരെങ്കിലും ഉണ്ടാവും പരിചയക്കാരെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, ഞാനിവിടെ എനിക്ക് കാലോട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞു, സുരേഷ് ഗോപി സാറ് മേടിക്കും തോന്നിയിട്ടില്ല കേട്ടോ, ഒരു ലെറ്റർ കൊടുക്കുന്നുള്ളത് തോന്നണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി വന്നാ. അപ്പോൾ വേറെ ബാക്കിൽ ഒരാളിരിക്കുന്നുണ്ട്, അയാൾ പറഞ്ഞു, നിങ്ങൾ അനിയെന്ന് പറഞ്ഞൊരു മെയിൻ ആളാണ് ഇതിൻ്റെ, അയാളോട് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് വീടില്ലാത്തതിന് വേണ്ടിയിട്ട് എഴുതി അനിൽകുമാർ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് തടിച്ചിട്ട്. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അമ്മ അവിടെ ഇരിക്കേ, ഞങ്ങൾ നിവേദിത എന്ന് പറഞ്ഞ മാഡം വരുമെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടിനുള്ളത് ഞാൻ കൊടുക്കാം, അവരേൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് പാസ്സാക്കി തരാം, ഇവിടെ ഇരുന്നോ, ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുക ചെയ്ത്. അപ്പോഴാണ് ഈ ചേട്ടൻ വന്നത്, റോഡിൻ്റെ ഇതും കൊണ്ട് വന്ന്. അപ്പോൾ ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞു. അവർ 1 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞു. സുരേഷ് ഗോപി സാറിനോട് പറഞ്ഞു, 4 ലക്ഷം അവർ തരും, ഞാൻ 1 ലക്ഷം തരാം, അങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ സുരേഷ് ഗോപിനോട് ഇന്നലെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു? നിങ്ങൾ സംസാരിച്ചു? നന്ദി പറഞ്ഞു. സംസാരിക്കാൻ പറ്റിയില്ല, തിരക്കല്ലേ. പിന്നെ കാല് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുമ്പോൾ ഞാൻ തെറ്റിപ്പോവുക, ഈ നട്ടലിൻ്റെ ഇത് കാല് വളഞ്ഞ കാരണേ. അപ്പോൾ എനിക്ക് ഒരു അടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വീഴാൻ പോകും, ആരെങ്കിലും തട്ടിയാൽ ഞാൻ വീഴും, അങ്ങനെയുള്ള അവസ്ഥയിലാണ്. ഈ ഒരു സാഹചര്യം, വീടിൻ്റെ എല്ലാം സാഹചര്യം സുരേഷ് ഗോപിയുടെ മുന്നിൽ അവതരിപ്പിച്ചതാരാ? രാധാകൃഷ്ണൻ ചേട്ടൻ. അതല്ലേ? ആളെന്താ പറഞ്ഞെന്താ? അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അവർക്ക് വീട് എവിടെയും എഴുതി കൊടുത്തിട്ട് കിട്ടിയില്ല. ആദ്യം ഞങ്ങൾ വീട് റേഷൻ ചെയ്യണ മുന്നേ എഴുതിയപ്പോൾ ആൾക്കാർ മുടക്കി. പിന്നെ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളോട് പറയണത് ഇപ്പൊന്നുമില്ല എന്നാണ് പറയണത്. അപ്പോൾ എനിക്ക് സങ്കടമായി, ഇപ്പം കിട്ടില്ലല്ലോ. അപ്പം മെമ്പറോട് ചോദിച്ചപ്പോൾ മെമ്പർ പറഞ്ഞത്, ഇനി ഇതൊക്കെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ആവുമ്പോൾ ഞാൻ ഇറങ്ങിയാലും പിന്നീട് എപ്പോഴും ശരിയാക്കി തരേണ്ടിയെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് വിഷമമായി. പിന്നെ ഈ ചൂട്ടത്തല്ലേ ഇരിക്കണം, അത് കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല, തീരെ കിടക്കാൻ പറ്റില്ല, അതാണ് ഉണ്ടായത്. ശരി, ഇതിപ്പോൾ ഈ സുരേഷ് ഗോപി സാർ ചെയ്തെന്ന് വലിയൊരു ഉപകാരമായി മാറിയല്ലോ. അയ്യോ നല്ല നന്ദി, എനിക്ക് നല്ല ഉപകാരം.
പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ ഞാൻ വിളിച്ചിട്ടാണ് പോയത്. എൻ്റെ അവസ്ഥ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നുക നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് രണ്ടാളുടെ ഇതും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതാണ് ഉണ്ടായത്. ഈ ഇവിടെയുള്ള മുനിസിപ്പാലിറ്റിയിലൊക്കെ നേരത്തെ തന്നെ ഇത് ഈ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നല്ലോ. ഇത്രയ്ക്ക് ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും അവരെന്തുകൊണ്ടാണ് ഇത് ചെയ്തു തരാത്തത്? അവർക്ക് പണ്ട് വന്നിട്ടില്ല, അത് വന്നിട്ടില്ല, പിന്നെ കൊടുക്കുമ്പോൾ ഒന്നും ഞങ്ങളോട് പറയണില്ല. ആദ്യം മുടക്കിയില്ലേ, മുടക്കിയിട്ട് ഇനി 5 കൊല്ലം കഴിയട്ടെ എന്നൊക്കെയാണ് പറയണത്. ശരി. ഈ മുടക്കിയതാരാ? മുടക്കിയത് അയലങ്കത്തുള്ള ആൾക്കാർ തന്നെയാണ്. എന്താ അവരങ്ങനെ ഈ രീതിയിൽ അവർ സംസാരിക്കുന്നതിൻ്റെ കാരണം എന്താ? കാരണം ഞങ്ങളിവിടെ മുതുവട്ടൂരായിരുന്നു ആദ്യം. പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പം 40 കൊല്ലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്, ഭൂമിയിൽ താമസിക്കുന്ന 40 വർഷമായി. അപ്പം ഞങ്ങളോട് എന്തോ ഒരു അസൂയ അവർക്ക് തോന്നി. എന്നിട്ട് അവരാണ് കൊടുത്തത്. നല്ല വേണ്ടപ്പെട്ട മാന്യന്മാരാ. അപ്പോൾ മെമ്പർ ചോദിച്ചില്ല അവരോട്. ഞാൻ മെമ്പറോട് പറഞ്ഞു ഇങ്ങനെ ഇന്നാൾ മുടക്കിന്ന്, നമുക്ക് ഇത് കടലാസ് വരുമല്ലോ, ആളും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ എത്ര വർഷമായി ഇതുപോലെ ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ട്? ഇതിനിടയിൽ ഒരു വീട് വെക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഉണ്ടായിരുന്നില്ലേ? ഞങ്ങൾ വീട് അവിടെ മേടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതെനിക്ക് വയ്യാണ്ടായി, കുറച്ച് കടങ്ങൾ മോൾക്ക് വയ്യാണ്ടായി. അപ്പോൾ കുറേ ബാധ്യതകൾ വന്നപ്പോൾ ഞങ്ങൾ വിൽക്കാട്ടതാ. നമുക്ക് എല്ലാം കൂടി പിന്നെ കടം വീട്ടാൻ ഈ ആൾക്ക് വയസ്സായില്ലേ. അപ്പോൾ പിന്നെ പണിയെടുത്ത് കടം വീട്ടാനുള്ള ഒരു സാഹചര്യം കാണുന്നില്ല. അപ്പം ഞങ്ങൾ അത് വിറ്റിട്ട് ഇത് മേടിച്ചു. ഈ സ്ഥലം വാങ്ങിയത്? ഈ സ്ഥലം ഇവിടെ ഇങ്ങനെ വെച്ച് കെട്ടി താമസിക്കൽ ആയിരുന്നു അല്ലേ? എത്ര നാളായിട്ട്? ഇപ്പം 3 കൊല്ലമായി. ശരി. ഇപ്പോൾ ഈ എന്തായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു ഈ വീട്ടിലെ മകൾക്ക് എന്തായിരുന്നു അസുഖം? എന്തായിരുന്നു? ക്യാൻസർ പിന്നെ ലിവറിന്. അപ്പോൾ ഈ അതിൻ്റെ ചികിത്സ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതന്ന് നമുക്ക് ഇങ്ങനത്തുള്ള ഇതൊന്നുമില്ല. അപ്പം നമ്മൾ തന്നെ പൈസ എടുത്തിട്ട് നമ്മൾ തന്നെ കടം മേടിച്ച് പൈസ എടുത്തിട്ട് ചെയ്യണം. അതായിരുന്നു അന്നിങ്ങനെ ഓരോ ഇതൊന്നും ചാരിറ്റബിളൊന്നും ഇല്ല. അപ്പം അത് കാരണം ഈ ഒരു സമയത്ത് സുരേഷ് ഗോപി സാറിനോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് നന്ദി പറയണം. പിന്നെ ഇങ്ങനെ ഈ ചേച്ചിയുടെ വീടിൻ്റെ അടുത്താണ്, വിധുവാല ചേച്ചിയുടെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീടെന്നും പറയണം. ഈ ചിറ്റൂർ കോളേജിൻ്റെ അപ്പുറത്ത്. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം ഇതുപോലെ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടാ. ഞങ്ങൾ അറിഞ്ഞിട്ടാണ് ഇതിന് നിന്നത്. അപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു പൊക്കോ നിനക്ക് കിട്ടും എന്നുള്ള ഒരു തോന്നൽ. കാലിന് എനിക്ക് വയ്യ, ഓട്ടോറിക്ഷ കയറാനൊന്നും വയ്യ. അവിടെ ഇറങ്ങിയിട്ട് കിടക്കുമ്പോൾ ഒരു കുട്ടീനെ പിടിച്ചു ഞാൻ. മോളെ ഇതൊന്നും കൊണ്ട് കടത്തി തരുമോയെന്ന് ചോദിച്ചു. നമുക്കെല്ലാവരും സഹായിക്കുമല്ലോ. അപ്പോൾ ആ കുട്ടി ഇങ്ങോട്ട് ആക്കി തന്നു. ബസ് കുറേ പോവല്ലേ, അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ഉള്ളിൽ പെടുന്നുള്ള, കാലുകൊണ്ട് വേഗം ഓടാൻ പറ്റില്ലല്ലോ, ബസ്സിൻ്റെ ഉള്ളിൽ പെടുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു ഒന്നും കൊണ്ട് ആക്കി തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി ആക്കി തന്നു. നോക്കി പൊക്കോളൂട്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സീറ്റ് കിട്ടി. അതിലിരുന്ന് എനിക്ക് നന്ദിയാണ് പറയാനുള്ളത് സുരേഷ് ഗോപി സാറിനോട്. നല്ല നന്ദിയാണ് പറയാനുള്ളത്. എന്നെ രക്ഷിച്ചുല്ലോ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ അസുഖങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കണ, എനിക്ക് വെയിലും കൊള്ളാൻ പറ്റില്ല, കാറ്റും കൊള്ളാൻ പറ്റില്ല, നടക്കാൻ എനിക്കൊന്ന് നടന്ന് കിട്ടുകയാണെങ്കിൽ പിന്നെയും വിഷമമില്ല. പക്ഷേ എനിക്കാണെങ്കിൽ കിഡ്നി 2 പ്രോബ്ലം വന്ന കാരണം അത് മരുന്ന് കഴിച്ചിട്ടാണെന്നാണ് പറയണത്. ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചിട്ടാണ് 2ഉം പോയത്. അപ്പോൾ പിന്നെ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ പാടില്ല, വേറെ എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 5-6 കൊല്ലം ഞങ്ങൾ ഹോമിയോ കഴിച്ചു, മുതുവട്ടൂർ സുഭാഷ് ഡോക്ടറെ അടുത്ത്. അത് കഴിച്ചപ്പോൾ ഞങ്ങളുടെ അടുപ്പൊക്കെ പോയി. നല്ല വിലയാണ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡോക്ടറുണ്ട്, മായ ഡോക്ടർ എന്നിട്ട് ആയുർവേദത്തിൽ പോകാൻ നടക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഡോക്ടറോട് പറഞ്ഞിട്ട് ആ ഡോക്ടറാണ് ഇപ്പം മരുന്ന് തന്നെ വിലയുണ്ട് മരുന്നിന്, എന്നാലും ഇങ്ങനെയെങ്കിലും നടത്തിക്കുന്നത് ആ ഡോക്ടറാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീടിൻ്റെ പണിയൊക്കെ വൈകാതെ സ്റ്റാർട്ട് ചെയ്യുമല്ലേ? അത് ഇന്ന് ആരാ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ബാങ്കിൽ പോയിട്ട് ബാങ്കിൻ്റെ എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫണ്ട് വരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളോടെ സെറ്റ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് നിവേദിത മാഡം വരാൻ പറഞ്ഞിട്ടുണ്ട്. BJP ജില്ലാ പ്രസിഡന്റ്. അങ്ങനെ അതന്നെ. എനിക്കിഷ്ടം ഏത് കാലത്തും ഇവിടെ ഞങ്ങൾ BJPയുടെ കൂടെ തന്നെ നിൽക്കും. ഞാൻ എന്താണെന്ന് പറയുക, കുട്ടികൾ ഈ മരിച്ച കുട്ടിയും രാധ കെട്ടാനും വേഷം കെട്ടാനൊക്കെ പോകും. മറ്റേ 2 കുട്ടികൾക്കും ഇഷ്ടം ഞങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക്. മറ്റേ 2 കുട്ടികളും ഞങ്ങളെല്ലാവരും
ജിനോഷ് എന്നറിയും ഇവിടെ അവരെ വീട്ടിലാണ് എല്ലാം വേഷം കെട്ടലും പോവലൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ മോള് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ പോവാറില്ല. എനിക്ക് വിഷമം കൊണ്ട് മോള് ഇങ്ങനെ കെട്ടണ ആളല്ലേ. കുട്ടി അസുഖമായിരിക്കുമ്പോഴും പറയും എനിക്ക് രാധ കെട്ടണം എന്നാ പറയാ. ഇപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ടേ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് തൃശ്ശൂർകാർക്ക് പറ്റിയ അബദ്ധമായി എന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, ഞങ്ങളെല്ലാവരും കൂടി ഒരു ഇതെടുത്തിട്ടാണ് ഞങ്ങൾ വോട്ട് കൊടുത്തത്. ഞാൻ എപ്പോഴും കൊടുക്കുക BJPക്ക്. അത് കാരണം എനിക്ക് കുഴപ്പമില്ല. ഞങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്ത് ഇവരെ ജയിപ്പിക്കണമെന്ന്. അപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് അബദ്ധമായി എന്ന് പറയുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് ഈ സമയത്ത്? അത് എന്നോട് അവരെ ഇത് കുനിറ്റ്, അല്ലാണ്ട് ഇപ്പം നമ്മളെന്ത് പറയാനാ. ആ സാറ് കണ്ട കാര്യം മുഖത്തേക്ക് പറയുന്നേ ഉള്ളൂ, അല്ലാണ്ട് സാറിനൊരു കുഴപ്പമില്ല. നല്ല മനുഷ്യനാണ് സാറ്. ഏത് കാലത്തും ഗുരുവായൂർ വരുമ്പോൾ ഞാൻ കാലിന് കാവതുള്ളുമ്പോൾ പോയി കാണും, സാറിനെ കണ്ടിട്ട് വരും. അപ്പോൾ ശരി അമ്മ, നന്ദി. ശരി, നന്ദി. അപ്പോൾ ഈ സത്യഭാമ അമ്മ കഴിഞ്ഞ 40 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. മകളുടെ മരണം, അങ്ങനെ ഒരുപാട് പ്രതിസന്ധി, ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഈ സമയത്ത് അമ്മയ്ക്കൊരു വീട് വെച്ച് നൽകാനുള്ള ഒരു മനസ്സ് നമ്മുടെ സുരേഷ് ഗോപി സാറ് MP-യും കേന്ദ്രമന്ത്രിയുമായി അദ്ദേഹം എടുത്തിരിക്കുകയാണ്. ഒരുപാട് വിമർശനങ്ങൾ ഈ ഒരു സമയത്തുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾക്ക് ആ ഒരു മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കാണുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കലുങ്ക് സൗഹാർദ്ദ വികസിത ചർച്ച അത് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു തർക്കമില്ല. ഗുരുവായൂരിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.